ഈശ്വരസ്മരണയും ഈശ്വര സമർപ്പണവുമാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത്. ശരിയായ ജ്ഞാനത്തിലൂടെയും ശരിയായ പ്രയത്നത്തിലൂടെയും ആ കൃപയ്ക്ക് നമ്മൾ പാത്രമായി തീരുന്നു. കാരണം കാലം പ്രയത്നം ഈശ്വരകൃപ. ഓരോന്നിനും ഒരു കാലവും ഉണ്ട്. ഞാറ് നടേണ്ട ഒരു കാലമുണ്ട്. ഇപ്പം ആ പണ്ട സമയത്തിന് വെള്ളം വരുമായിരുന്നു. അപ്പോൾ ആ വെള്ളം കിട്ടി അതൊക്കെ എടുത്ത് അത് ഫലം എടുക്കുന്നത്. ഇപ്പം നമ്മൾ ധർമ്മബോധം വിട്ടു, പ്രകൃതിയും ധർമ്മബോധം വിട്ടു. അപ്പോൾ വിത്തിടുന്ന സമയത്ത് വെള്ളം വന്നാലും പിന്നെ അത് കൊയ്യാൻ നേരത്ത് അതെല്ലാം വലിയ മഴ വന്നിട്ട് മൊത്തം നശിപ്പിച്ചും കാണും. അങ്ങനെ ഇപ്പം നമ്മൾ കാലവും പ്രയത്നമായിട്ട് ഈശ്വരകൃപ ഇട്ടതുകൊണ്ട് പോയി നമുക്ക്. പിന്നെ അല്ലെങ്കിൽ പിന്നെ നടുന്ന സമയത്ത് അമൃതവെള്ളം വന്നും അത് നശിപ്പിക്കാം. കാരണം നമ്മുടെ ധർമ്മം ബോധം നമ്മളിന്ന് പോയി, പ്രകൃതിയുടെ ധർമ്മബോധവും തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലം പ്രയത്നം ഈശ്വരകൃപ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ സമയത്ത് 10 മണിക്ക് ഇറങ്ങിയാൽ എന്നടുത്ത് എത്തുള്ളൂ. ഇച്ചിരി നേരത്തെ ഇറങ്ങണം. നേരത്തെ ഇറങ്ങിയാലും നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന എന്തെങ്കിലും ട്രാഫിക്ക് വന്ന് സമയത്ത് പിള്ളേന് ശേഷം എത്തത്തില്ല. കാലപ്രയത്നം ഉണ്ടായിട്ടും കൃപയില്ലാത്തതുകൊണ്ടാണ് പ്രശ്നമില്ല. അഥവാ പ്ലെയിൻ സ്റ്റേഷനിൽ എത്തിയാലും ആ പ്ലെയിൻ കേടാണ്, അല്ലെ പ്ലെയിൻ പോകുന്നില്ല, അല്ലെ സമരമാണ്, അല്ല കാലാവസ്ഥ ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാലപ്രയത്നം ഉണ്ടായിട്ട് ഇച്ചിരി കൃപയില്ലാത്തതുകൊണ്ട് പോയി. അപ്പം നമുക്ക് അവിടുന്ന് ചെയ്യിക്കുന്നു എന്നുള്ളൊരു ഭാവത്തിൽ കർമ്മം ചെയ്യുന്നു. അതാണ് അർജുനൻ അങ്ങനെയാണ് ചെയ്തത്. ഞാനല്ല അവിടെ നിന്നാണ് ചെയ്യിക്കുന്നത്. നമ്മളിൽ ആ ഒരു ഭാവം അവിടെ നിന്നാണ് നയിക്കുന്നത് എന്നുള്ള ഒരു ഭാവം ഉണ്ടെങ്കിൽ ധർമ്മത്തിൽ തന്നെ നമ്മൾ നിൽക്കും എന്നുള്ളതാണ്.